വൈദ്യുതി നിരക്ക് വർധനയിൽ സമരം കടുപ്പിക്കാൻ കെപിസിസി ഈ മാസം 18-ന് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടിത്തറ ഒരുക്കണമെന്നും മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള ഫണ്ട് പിരിവ് വേഗത്തിലാക്കാനും കെപിസിസി നേതൃയോഗത്തിൽ തീരുമാനം. കെ.ആർ. സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ കറണ്ട് ബില്ല് സംബന്ധിച്ച് ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്? അതുപോലെ ഇന്നത്തെ നേതൃയോഗത്തിൽ മറ്റെന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്? അമൃത, ഇന്ന് രാത്രി ഓൺലൈനായിട്ടാണ് കെപിസിസിയുടെ നേതൃയോഗം ചേർന്നത്. എന്നാൽ വിവാദ വിഷയങ്ങളൊന്നും ഇതുവരെയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും സുപ്രധാനമായി എടുത്തിരിക്കുന്ന തീരുമാനം വൈദ്യുത ചാർജ് വർധനവിനെതിരായ സമരം താഴെത്തട്ടിൽ അതിശക്തമാക്കാനാണ്. 282 ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഈ മാസം 18-ന് വൈദ്യുതി കെഎസ്ഇബി ഓഫീസുകൾ ഉപരോധിക്കുക എന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വയനാടുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിനുള്ള ഫണ്ട് പിരിവ് കാര്യക്ഷമമാക്കാനുള്ള തീരുമാനമുണ്ട്. ഇതിനെല്ലാം ഉപരി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ട് മിഷൻ 2025 മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഉണ്ട്. ഇതിന്റെ ഭാഗമായി ബൂത്ത് കമ്മിറ്റികൾ വളരെ വേഗത്തിൽ അതിശക്തമാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരു അടിത്തറ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള തീരുമാനവുമുണ്ട്. യോഗത്തിൽ മാടായി അടക്കമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്ന വയ്ക്കാനുള്ള സാധ്യതകൾ നേരത്തെ വിലയിരുത്തപ്പെട്ടെങ്കിലും ഇതുവരെയും അത് ചർച്ചയിലേക്ക് വന്നിട്ടില്ല. ശരി, കെ.ആർ. സാജുവാണ് വിവരങ്ങൾ നൽകിയത്.